ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിതാ വെറും വയറ്റിൽ ബൈക്ക് എടുത്തിട്ട് രാവിലെ തന്നെ പോകുന്നത് ചിങ്കാരിയാടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതെ, ആട് 3 റിലീസായല്ലോ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ പോയി കണ്ടേക്കാമെന്ന് കരുതി. ഓൾറെഡി നമ്മൾ രശ്മിയോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മമ്മൂട്ടിക്ക് എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് രാവിലത്തെ ഷോ ആയതുകൊണ്ട് നമുക്ക് കിട്ടിയതുകൊണ്ട്, കാരണം ഹൗസ്ഫുള്ളാണ്, അപ്പോൾ നമുക്ക് ആകെ കിട്ടിയത് രാവിലത്തെ സീറ്റ് മാത്രമാണ്. അപ്പോൾ അത് കിട്ടിയതുകൊണ്ട് നമ്മൾ മാത്രമാണ് കേട്ടോ പോയത്. വൈകുന്നേരം ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാമെന്ന് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ആട് തുടങ്ങി, അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാലും ആട് 2 അത്ര വരുമോയെന്ന് അറിയില്ല. അതിപ്പോഴും മാസത്തിൽ 2 വട്ടം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പ്രജീഷ് ശംഭു ഒക്കെ ഇരുന്നിട്ട്. മൂവി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയി ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ബൈക്കിലാണല്ലോ ഇറങ്ങിയത്. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് കാറിലിറങ്ങി നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണമായിരുന്നു. ബുക്ക് സ്റ്റോളിലും ക്യാൻറ്റീനിലും ഒക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. സ്കൂൾ ഓർക്കാനായല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കും ഇത്ര പെട്ടെന്ന് വന്ന്. അപ്പോൾ നമുക്കിവിടെ 10 ദിവസം 15 ദിവസമൊക്കെ ഉള്ളൂ കേട്ടോ വെക്കേഷൻ. നേവിയുടെ സ്കൂളിൽ അവർക്ക് 1 തീയതി ഏപ്രിൽ 1 തീയതി തന്നെ നമുക്ക് സ്കൂൾ തുറക്കും. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ബുക്കും ബാഗും ഒക്കെ മേടിക്കണം. അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. അതിന് വേണ്ടി ക്യാൻറ്റീനിൽ പോയിട്ട് ബാഗൊക്കെ മേടിച്ചു. പിന്നെ ഒരു ബർത്ത്ഡേ വരുന്നുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ, അവൾക്കും ഒരു ബാഗ് മേടിച്ചു ഗിഫ്റ്റായിട്ട്. എന്തായാലും അവർക്കും ഇപ്പോൾ ആവശ്യം തന്നെയാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ബെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഏറ്റവും ചെറിയ കുക്കർ ഏതാ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതും ഒന്ന് ചെക്ക് ചെയ്തു. ഏറ്റവും ചെറുത് നമുക്ക് അവിടെ കിട്ടിയത് 1.5 ലിറ്ററിൻ്റെയാണ്. അതിനുശേഷം അവിടുന്ന് നേരെ പോയത് ബുക്ക് സ്റ്റാളിലേക്കാണ്. കാരണം ശംഭൂട്ടിൻ്റെ അടുത്ത 2ാം ക്ലാസ്സിലേക്കുള്ള ബുക്കൊക്കെ മേടിക്കണമായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ബുക്കിൻ്റെ സ്റ്റോക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി വരണത്രേ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കോമിക്കും വായിക്കാനുള്ള കുറച്ച് ബുക്കൊക്കെ മേടിച്ചു. കാരണം ഇത് കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സീരീസിൻ്റെ മേടിച്ച് കൊടുക്കണമെന്നേ. അപ്പോഴാണ് പിന്നെ പെൻസിൽ പൗച്ചിൻ്റെ സെക്ഷനിലൊക്കെ എത്തിയത്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഒരു 10 രൂപ 50 രൂപയ്ക്കൊക്കെ നല്ല ഇത് കിട്ടുമായിരുന്നു, പെൻസിൽ പൗച്ചും ബോക്സും ഒക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 110, 120, 150 രൂപയ്ക്കാണ്. അപ്പം എല്ലാത്തിനും ഭയങ്കര പറഞ്ഞു വെച്ചിരിക്കുന്ന പോലത്തെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ആവശ്യമുള്ളതൊക്കെ മേടിച്ചിട്ട് നമ്മൾ വന്നു. ബുക്ക് കിട്ടിയ സന്തോഷത്തിലാണ് കേട്ടോ. മലയാളം ബുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഞാൻ വായിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ മലയാളം ബുക്ക് എടുത്തു. അപ്പോൾ പിന്നെ ബുക്ക് വായിക്കുന്നത് നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ സീരീസ് എടുക്കുകയാണെങ്കിൽ അവൻ വായിച്ചോളും, മലയാളം ആണെങ്കിൽ നമ്മൾ വായിച്ചു കൊടുക്കണം. അപ്പം നല്ല സമാധാനത്തിലിരുന്ന് കേട്ടോളും. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ടൊന്നും അല്ല, ശമ്പൂട്ടിന് അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബുക്കിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതൊരു മോശമായിട്ട് തോന്നില്ല. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു വണ്ടി നിറയെ അവോക്കാഡോ കണ്ടു. അപ്പോൾ നമുക്ക് എന്തായാലും അതും കൂടെ മേടിച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ പുള്ളിയുടെ സ്ട്രോബെറി ഉണ്ടായിരുന്നു, അതും കുറച്ച് മേടിച്ചു. പിന്നെ അടുത്ത് തന്നെ വണ്ടിയിൽ ഇങ്ങനെ ബത്തക്ക കൊടുക്കുന്നുണ്ടായിരുന്നു, പല വെറൈറ്റി ഓഫ് ബത്തക്ക ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് സാധാരണ നമ്മുടെ അധികം മധുരം ഇല്ലാത്ത നല്ല സ്പോഞ്ചി ബത്തക്ക മേടിച്ചിട്ട് വന്നു. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ.